ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ സി ആർ സീരീസ് സർക്യൂട്ട്. അങ്ങനെ പറഞ്ഞാൽ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ഇത് മൂന്നും സീരീസ് ആയിട്ട് ഒരു എ സി വോൾട്ടേജിന് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് L, capacitor of capacitance C, resistor of resistance R, connected in series with an applied AC voltage E. ഇവിടെ ഡയഗ്രാം എങ്ങനെ വരക്കാം? എൽ, ആദ്യം എൽ, പിന്നെ സി, പിന്നെ ആർ, മൊത്തം ഒരു എ സി വോൾട്ടേജിലേക്ക്. എ സി വോൾട്ടേജ് ഇ, ഇൻഡക്റ്റൻസ് എൽ, കപ്പാസിറ്റൻസ് സി, റെസിസ്റ്റൻസ് ആർ. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത്, ദിസ് അപ്ലൈഡ് ഇ എം എഫ് വിൽ ഡിവൈഡ് അക്രോസ് ദിസ്. ഇത് മൊത്തം ഡിവൈഡ് ചെയ്യപ്പെടും. ഈ കിട്ടണമെങ്കിൽ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്താണ്? ഐ ആർ. സപ്പോസ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ആസ് ഐ ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്കിൽ ഐ ആർ. ഈ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ Q by C. ഇനി ബാക്ക് ഇ എം എഫ് ജനറേറ്റഡ് ഇൻ ഇൻഡക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ ബാക്ക് ഇ എം എഫ് അപ്ലൈഡ് ഇ എം എഫിന് എഗെയിൻസ്റ്റ് ആയിരിക്കും. സോ വോൾട്ടേജ് അക്രോസ് എല്ലിന് അക്രോസുള്ള ഇൻഡക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ആയിരിക്കും. അതായത് പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ ബാക്ക് ഇ എം എഫിന് എതിരായിരിക്കും. ബാക്ക് ഇ എം എഫ് മൈനസ് ആയിരിക്കും. മൈനസ് ഓഫ് ബാക്ക് ഇ എം എഫ് ആണ് എന്ത്? വോൾട്ടേജ് അക്രോസ് എൽ. സോ ബൈ KVL, കിർച്ചോഫ് വോൾട്ടേജ് ലൂപ്പ് റൂൾ, അതുകൂടെ കൊടുത്താൽ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു, ഈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്രോസ് ഉള്ളത് പ്ലസ് ഇതിൻ്റെ അക്രോസ് ഉള്ളത് പ്ലസ് ഇതിൻ്റെ അക്രോസ് ഉള്ളത്. ഇ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്താ? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് അടുത്തത് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ളത് Q ബൈ സി പ്ലസ് അടുത്തത് റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ളത് IR. നൗ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഇക്ക് E0 സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഐന് I0 സൈൻ ഒമേഗ ടി. ഇവിടെ സൗകര്യം I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി കൊടുക്കുന്നതാണ്. സൈൻ ഒമേഗ ടി, I0 സൈൻ ഒമേഗ ടി. നോ അങ്ങനെയാണെങ്കിൽ Q എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? I ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. Q എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഐ ഡി ടി. അതുകൂടെ കൊടുത്താൽ ഇൻ്റഗ്രൽ ഐ ഡി ടി, ഇൻ്റഗ്രൽ I0 സൈൻ ഒമേഗ ടി ഡി ടി, I0 മൈനസ് I0 ബൈ ഒമേഗ കോസ് ഒമേഗ ടി Q. നമ്മൾ സി 0 എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് 0 ആണ്. എന്തുകൊണ്ടാണ്? സ്റ്റഡി സ്റ്റേറ്റ് ആണ്. വാല്യൂ ഓഫ് കറൻറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. നൗ ഡി ഐ ബൈ ഡി ടി എന്താ? ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇ ബൈ ഡി ടി ഓഫ് I0 സൈൻ ഒമേഗ ടി എന്താവും? I0 ഒമേഗ കോസ് ഒമേഗ ടി കിട്ടും.
ഇതാണ് നമ്മളെ മെയിൻ ഇക്വേഷൻ. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഐ di/dt q ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇ ഈക്വൽ ടു എൽ ഇൻറ്റു di/dt എന്ന് പറഞ്ഞാൽ I0 ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാലോ മൈനസ് I0 ബൈ ഒമേഗ സി ഇല്ലേ അടിയിൽ 1/c ഉണ്ട്. മൈനസ് I0 ബൈ സി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഐൻ്റെ സ്ഥാനത്ത് I0 സൈൻ ഒമേഗ ടി ആർ. I0 എല്ലായിടത്തും കോമൺ ആണ്. I0നെ പുറത്തെടുക്കാം. എൽ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് 1/c ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ആർ സൈൻ ഒമേഗ ടി. അതിൽ കോസ് ഒമേഗ ടി രണ്ടെണ്ണത്തിൽ കോമണാണ്. I0 ഇൻറ്റു എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ 1/c ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ആർ സൈൻ ഒമേഗ ടി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആറിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യാം. മറ്റൊരിലൊക്കെ പോലെ തന്നെ. ഇവിടെ എന്താണ്? എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ. ഇവിടെ 6, ഇത് 5. ഇതെന്താ? റൂട്ട് ഓഫ് r² പ്ലസ് പിന്നെ ഇതിൻ്റെ സ്ക്വയർ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. ഈ ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? മേലെയും അടിയിലും ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ഈ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താവും? r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. അതൊന്നുമില്ല കേട്ടോ. ഇൻറ്റു I0 എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ആർ സൈൻ ഒമേഗ ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇ ഈസ് ഈക്വൽ ടു I0 മേലത്ത് ഇവിടെ തന്നെ നിർത്തുക. എല്ലാം ഒരേ പ്രൊസീജിയറാണ്. r² പ്ലസ് 1/c ഒമേഗ എൽ ഒമേഗ എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. അടിയിലുള്ളതിനെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ടേം ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും ഒരു ടേം. ആറിൻ്റെതായി എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ മേലുണ്ട്. അടിയിൽ റൂട്ട് ഓഫ് r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ 1/c ഒമേഗ ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ആർ ബൈ റൂട്ട് ഓഫ് r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ സൈൻ ഒമേഗ ടി. ഇപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കുക വളരെ എളുപ്പമല്ലേ? ട്രയാങ്കിളിൽ എന്താ? കോസ് 5. ഇതിനെ ഈ ടേം എന്താണ്? എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ബൈ റൂട്ട് ഓഫ് r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കോസ് 5. ഇത് നോക്കിയാൽ മനസ്സിലാവും. കോസ് 5 എന്താ? ഇതേ ബൈ ഇത്, ഇതേ ബൈ ഹൈപ്പോട്ടന്യൂസ്. അത് സിമിലർലി ആർ ബൈ റൂട്ട് ഓഫ് r² പ്ലസ് എൽ ഒമേഗ മൈനസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ 5
എളുപ്പമല്ലേ, വളരെ സിമ്പിൾ. സൈൻ ഫൈ ഇത് രണ്ടിനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ ഇക്വേഷനിൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ സിമ്പിൾ ഇക്വേഷനായി മാറും. I0√R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. ഇതിന് പകരം സൈൻ ഫൈ അല്ലേ, സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് ദോ കോസ് ഫൈ R/√R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ സൈൻ ഒമേഗ ടി പിന്നെ ഒരു ടേം. അത് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, നേരത്തെ വിളിച്ച പോലെ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ 6 ആയിരിക്കും. റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷനാണ്. ഇത് കറൻറ്റ് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഡയമെൻഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് E0 എന്ന് വിളിക്കാം. E0 ഇൻറ്റു സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ഫൈ സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, E0 സൈൻ ഒമേഗ ടി കോസ് ഫൈ പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മളെന്താണ് അസ്യൂം ചെയ്തത്, വി അസ്യൂംഡ് ഇവിടെ നമ്മൾ E0 എന്താണ്, E0 എന്ന് പറഞ്ഞാൽ I0 നമ്മൾ അസ്യൂം ചെയ്ത I0 ഇൻറ്റു R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. നൗ നമ്മളെന്താ അസ്യൂം ചെയ്തത്, I = I0 സൈൻ ഒമേഗ ടി. നമ്മൾ അസ്യൂം ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അത് രണ്ട് കമ്പയർ I ആൻഡ് E. ഐനെ ഇനിയും കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും, E ലീഡ്സ് I by a phase factor phi. What is phi? Phi is equal to phi എങ്ങനെ ഇപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടുക, tan phi എടുത്താൽ മതി. tan phi is equal to tan phi എന്താ, tan phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്, അതായത് L ഒമേഗ ബൈ മൈനസ് 1/C ഒമേഗ ബൈ R. അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ ഫൈ കിട്ടും, L ഒമേഗ മൈനസ് 1/C ഒമേഗ ബൈ R. ഇതാണ് tan phi. അങ്ങനെ എടുത്താലും മതി, അല്ലെങ്കിൽ സൈൻ ഫൈ ബൈ കോസ് ഫൈ ഇവിടെ നിന്ന് എടുത്താലും മതി. സൈൻ ഫൈ ഇത് കണ്ടില്ലേ, സൈൻ ഫൈ കോസ് ഫൈ, സൈൻ ബൈ കോസ് എടുത്താലും tan ഫൈ കിട്ടും. അതിന് പിന്നെ ഫൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്, ഫേസ്. ഈ ലീഡ് ചെയ്യുന്നത് ലീഡ് ചെയ്യുന്ന ഫേസ് ആംഗിൾ എത്രയെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യുക, tan ഇൻവേഴ്സ് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നൗ ഇനി എന്താണ് അടുത്തത് നമുക്ക് എന്താ കിട്ടി, ഇവിടെ നമ്മൾ E0 എന്നുള്ളതിനെ വിളിച്ചെന്താ, I0√R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. E0 ബൈ I0 എന്ന് എടുത്താൽ എന്താ കിട്ടുക, √R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത്, ഇതിൻ്റെ ഡയമെൻഷൻ എന്താ, റെസിസ്റ്റൻസ് ആണ്. V/I എന്ന് പറഞ്ഞാൽ ഓംസ് ലോ എന്താ കിട്ടുക, V = IR, R = V/I എന്നതുപോലെ ഇവിടെ E/I റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇമ്പിഡൻസ് എന്ന് വിളിക്കാം. AC സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്നുള്ള ടേമല്ല ഉപയോഗിക്കുക, എന്താണ് ഉപയോഗിക്കുക, ഇമ്പിഡൻസ് in AC circuit. Therefore Z is equal to √R² plus L omega minus 1/C omega whole square. Z. Admittance of Y. Admittance വേണമെങ്കിൽ പറയാം. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ y കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക, 1/Z. 1/Z പറയുമ്പോൾ 1/√R² പ്ലസ് L ഒമേഗ മൈനസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. ഇതാണ് അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ്. ഓക്കെ,
നൗ നമ്മളെ എല്ലാം പറയേണ്ട ബേസിക്കായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൗ വാട്ട് ഈസ് പവർ? പവറാണ് ഈ പറയുന്നത്. ആദ്യം ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? പി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ ഐ ഇൻസ്റ്റൻറ്റേനിയസ് ഇൻറ്റു വോൾട്ടേജ് ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിൽ ഇ എം എഫ് ഇൻസ്റ്റൻറ്റേനിയസ്. പി ഈസ് ഈക്വൽ ടു ഐ വി അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇതൊക്കെ ഇല്ലേ ഇതിലിപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യാനാണ് സുഖം. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂസ് ചെയ്യുന്നു. പി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ ഐ ഇൻസ്റ്റൻറ്റേനിയസ് എന്താ നമ്മൾ എടുത്തത് I0 സൈൻ ഒമേഗ ടി. വി എന്താ നമുക്ക് കിട്ടിയത്? കിട്ടിയതെന്താ? E0 സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇതല്ലേ കിട്ടിയത്. അപ്പോൾ E0 സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇനി ആവറേജ് പവർ. ആവറേജ് പവർ വളരെ സിമ്പിൾ. പി ഇൻസ്റ്റൻറ്റേനിയസ് പി ആവറേജ് എന്താ? പി ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ ആവറേജ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? അതിന് ആദ്യം എന്ത് ചെയ്യുക? പി ഇൻസ്റ്റൻറ്റേനിയസ് ഒന്ന് എഴുതി നോക്കുക. E0 സൈൻ ഒമേഗ ടി പ്ലസ് 5 സൈൻ ഒമേഗ ടി പ്ലസ് 5 എങ്ങനെ എഴുതാം? E0 സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി കോസ് 5 പ്ലസ് കോസ് ഒമേഗ ടി സൈൻ 5. ഉള്ളിലേക്ക് ഈ സൈൻ ഒമേഗ ടീനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? E0 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ 5. ഇതിലിപ്പോൾ സൈൻ 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൽ ടൈമിൻ്റെ ഇല്ല, ഫാക്ടറൊന്നുമില്ല. അത് ആ ട്രയാങ്കിളിലെ കോൺസ്റ്റൻ്റ് ആയ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് വിളിക്കാം. കാരണം സൈൻ 2 തീറ്റൻ്റെ ഫോം അല്ലത്. അതായത് പി ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ E0 സൈൻ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് ഒമേഗ ടി കോസ് 5 പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 കോസ് സൈൻ 5. ഇനി ആവറേജ് പവർ. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് എടുക്കുക. പി ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ അതായത് E0 സൈൻ സ്ക്വയർ ഇതിൻ്റെ കേട്ടോ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 സൈൻ 5. ഇതിൽ കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുക്കാം. സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് സൈൻ 2 ഒമേഗ ടി ബൈ 2 സൈൻ 5. ഇതെന്തുകൊണ്ടാണ് സൈൻ 5നെ പുറത്തെടുത്ത്? സൈൻ 5 കോൺസ്റ്റൻ്റ് ആണ്. സൈൻ 5 എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ടൈമൊന്നും വരുന്നില്ലല്ലോ. ടൈമിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. കോസ് 5 നോക്കിയാൽ ഇതിൽ എല്ലൊമേഗ ടി ഒന്നും വരുന്നില്ല. ടീൻ്റെ ഒരു ടേമും ഇല്ല. അതുകൊണ്ടാണ് അത് കോൺസ്റ്റൻ്റ്. ആവറേജ് എടുക്കുമ്പോൾ പുറത്ത് വരും. E0 സൈൻ സ്ക്വയർ ഒമേഗ ടീൻ്റെ ആവറേജ് എന്താ? 1/2. അപ്പോൾ ഇവിടെ എന്ത്? കോസ് 5 ഉണ്ട് പ്ലസ് ഇവിടെ സൈനിൻ്റെ ഒരു പീരീഡിലെ ആവറേജ് പറഞ്ഞാൽ 0 ആണ്. പിന്നെ ഇപ്പോൾ ഈ ടേം നോക്കേണ്ട ആവശ്യമില്ല, മൊത്തം 0. അപ്പോൾ ആകെ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ E0 ബൈ 2 കോസ് 5. ഇവിടെയും കോസ് 5 ആണ് ആ പവറിനെ സ്വാധീനിക്കുന്നത്.
കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ r/√r² പ്ലസ് L ω മൈനസ് 1/c ω². ഇതാണ് കോസ് ഫൈ. അതായത് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ പവർ കൺസംഷൻ ഉള്ളൂ. ആവറേജ് പവർ ഡിപ്പെൻഡ്സ് ഓൺ കോസ് ഫൈ. കോസ് ഫൈനെ ഡിപ്പെൻഡ് ചെയ്യും കോസ് ഫൈ. ഈ കോസ് ഫൈ നമ്മൾ എന്ത് വിളിക്കും? പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ. r=0 എന്ന് പറഞ്ഞാൽ കോസ് ഫൈ =0 അല്ലേ? r=0 എന്ന് പറഞ്ഞാൽ അതായത് പവർ പി ആവറേജ് 0 ആയിരിക്കും. അതായത് പവർ കൺസംഷൻ ഉണ്ടാവില്ല. അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററൊന്നും പവർ കൺസ്യൂം ചെയ്യില്ല, എന്നാൽ റെസിസ്റ്റൻസ് പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടായാൽ മാത്രമേ അതിൽ എന്തുണ്ടാവണുള്ളൂ? പവർ കൺസ്യൂം ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ആവറേജ് പവർ നോൺ സീറോ ആണെങ്കിൽ കൂടി ഇൻസ്റ്റൻറ്റേനിയസ് പവർ നോൺ സീറോ ആയിരിക്കും, എന്നാൽ ആവറേജ് പവർ എടുക്കുമ്പോൾ 0 ആയി മാറും. ഇവിടെ അങ്ങനെ ആവില്ല. ഓക്കെ, താങ്ക് യു.